ആ ഹലോ. അതാ ബെയിലിന് വേണ്ടിയല്ലേ? അത് ഞാൻ ജൂനിയേഴ്സിനെ ഇവിടെ സുധാകരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സുധാകരനെ കണ്ടാൽ മതി. നമ്പർ ഉണ്ടല്ലോ. ഓക്കെ. നൂർജഹാൻ, ഇരിക്കും. എന്താ പ്രത്യേകിച്ച് ഇങ്ങനെ? ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടേ അവരാരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് പോകുന്നതാ. എന്താ ഒരു പ്രത്യേകത? അല്ല, വീട്ടില് സുഖം തന്നെയല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. വിമ്മിയൊന്നും അവിടെ ഇല്ല, അറിയാലോ. താത്താന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാനിപ്പോ വന്നത് എനിക്ക് വിവാഹമോചനത്തിന് കൊടുക്കണം. വിവാഹമോചന? അതെ. നീ എന്തായി പറയണത്? എന്താ വീട്ടിലെന്താ പ്രശ്നം ഉണ്ടായത്? പ്രശ്നമൊന്നുമില്ല, എനിക്കിനി ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നീ കാര്യം പറയാം, കാരണം ഷാജാൻ എനിക്ക് നേരത്തെ അറിയുന്നതാണല്ലോ. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായത്? ഷാജിഖാനെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. ഞങ്ങളുടെ ഈ ഒരു കാര്യം മറ്റുള്ളവരെ അറിയിക്കണമെന്ന് എനിക്കില്ല. പക്ഷെ ഇനി ഞാനും അദ്ദേഹം കൂടെ മുന്നോട്ട് പോവില്ല. നൂർജഹാൻ, വിവാഹമോചനം എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്, എനിക്കത് വാങ്ങിത്തരാൻ പറ്റും. പക്ഷേ എന്താ ഷാജാൻ്റെ എന്താ പ്രശ്നം? നീ തുറന്നു പറയും. നിങ്ങളെല്ലാവരും കാണുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലൊന്നും മദ്യപിക്കുന്നില്ലല്ലോ. മദ്യപാനം ഉണ്ടാവും? മദ്യപാനമൊന്നുമില്ല. മറ്റു വല്ല ഡ്രഗ്സ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെ എന്തെങ്കിലും അന്യ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും? അങ്ങനത്തെ ആളൊന്നുമല്ല. പിന്നെ എന്താ നീ പറയുന്നത്? എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ചിട്ട് മടുത്തു. എനിക്കിതെല്ലാം മോചനം വേണം. എന്താ പ്രശ്നം നീ പറയാ? അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 15 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ കുട്ടികളില്ല എന്നുള്ള കാര്യം സാറിന് അറിയില്ലേ? ഞങ്ങളുടെ റൂമിന്റെ വിലയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക, ഒന്ന് ചിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ബോധിപ്പിക്കുക മാത്രം. എന്നെ ഇഷ്ടമല്ലാതെ കല്യാണം കഴിച്ചതാണോന്ന് എനിക്കറിയില്ല. അദ്ദേഹം എൻ്റെ അടുത്ത് വരാറില്ല. ആ മുറിയിൽ രണ്ടറ്റത്തായിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. എന്തിന് ഈ ചോറും കറിയും ഒക്കെ വെക്കാനായിട്ടൊരു ജന്മം? 4 നേരവും അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കാൻ മാത്രമായിട്ട് എന്തിനാ എനിക്കൊരു കല്യാണം? നൂർജഹാൻ, ഒരു കാര്യം മനസ്സിലാക്കും. ഒരു വിവാഹമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അത് നടത്തിത്തരാൻ എനിക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ അതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനുശേഷമുള്ള ജീവിതം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല, പക്ഷെ എന്നെ മതിക്കാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതല്ല യഥാർത്ഥ ജീവിതം. എനിക്ക് വയ്യ. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ലീഗലായി. അതൊരു വിവാഹമോചനം നടന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല, അത് കോടതി അനുവദിക്കില്ല. അതിന് നമ്മൾ ഷാജഹാനെതിരെ നിശിതമായ ഒരു വിമർശനം, അതായത് കാര്യമായ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കണം. ഷാജഹാൻ മദ്യപിക്കുന്നു പറയേണ്ടി വരും, മദ്യപിച്ചു വന്ന് നിന്നെ ഉപദ്രവിക്കുന്നു പറയേണ്ടി വരും, ഷാജഹാന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറയേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ കിട്ടുള്ളൂ. അങ്ങനെ ഷാജഹാനെതിരെ അത്രയും ഒരു ആരോപണം നമ്മൾ ഉന്നയിക്കണോ? വേണ്ട. എനിക്ക് മറ്റൊരു വിവാഹം നേടി അങ്ങനെ ജീവിക്കാനല്ല. എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കാൻ വയ്യ. എനിക്ക് ഇതിനേക്കാളും നല്ലത് ഞാൻ എൻ്റെ ഉപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും പോയി ജീവിക്കുന്നതാ. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്കൊരു മക്കള് പോലും ഇല്ല. ഇങ്ങനെയുണ്ടാവുക. മക്കളില്ലാത്ത എത്ര ദമ്പതികൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവരാരും എന്റെ പോലെ ആയിരിക്കില്ല. നിങ്ങൾക്ക് പരസ്പരം ഒന്ന് സംസാരിച്ചുകൂടെ? പലതവണ ഞാൻ ശ്രമിച്ചു നോക്കിയതാ, പക്ഷെ അദ്ദേഹത്തിന് ടൈമില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഞാനും സംസാരിക്കാം,
ഷാജാനോട് ഞാൻ സംസാരിക്കാം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. എനിക്ക് എനിക്ക് ഞാനായി ജീവിക്കണം. സ്വാതന്ത്ര്യം വേണം, ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. എനിക്ക് ഞാനായി ജീവിക്കണം. ഇക്കാനോട് പറയുമല്ലോ അല്ലേ, അതിനുള്ള നിയമ നടപടികൾ നോക്കണം. ഞാനിപ്പോൾ പോവാം.